മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവിനെ ഇംപീച്ച് ചെയ്യാൻ മുഖ്യ പ്രതിപക്ഷമായ മാലിദ്വീപിയൻ ഡെമോക്രാറ്റിക് പാർട്ടി തയ്യാറെടുക്കുന്നു. 34 അംഗങ്ങൾ ഇംപീച്ച്മെന്റ് പ്രമേയത്തിന് പിന്തുണ നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ചൈനയോട് കടുത്ത ആഭിമുഖ്യം പുലർത്തുന്ന മുയിസു അടുത്തിടെ ചൈനീസ് ചാരക്കപ്പലിന് രാജ്യത്ത് നങ്കൂരമിടാൻ അനുവാദം നൽകിയതിനെ പ്രതിപക്ഷ അംഗങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. മുഹമ്മദ് മുയിസുവിന്റെ മന്ത്രിസഭയിലെ ഏതാനും അംഗങ്ങളുടെ അംഗീകാരത്തെ ചൊല്ലി പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് സർക്കാർ അനുകൂല എംപിമാരും പ്രതിപക്ഷ അംഗങ്ങളും തമ്മിൽ ഇന്നലെ പാർലമെന്റിൽ പൊരിഞ്ഞ അടിയുമുണ്ടായി. 2015 കേരള നിയമസഭയിൽ ഉണ്ടായ തരത്തിലുള്ള അതേ അടി. ഇവിടെ മുണ്ടെടുത്തുകൊണ്ട് തന്നെ നാടനടിയായിരുന്നുവെങ്കിൽ അവിടെ കോട്ടി സ്യൂട്ടുമിട്ടു എന്നൊരു വ്യത്യാസം മാത്രം. ഇതിന് പിന്നാലെയാണ് പ്രസിഡന്റിന് എതിരെ മാലിദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടി ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഇന്ന് ചേർന്ന യോഗത്തിലാണ് പ്രസിഡന്റിനെതിരെ പ്രമേയം അവതരിപ്പിക്കാൻ തീരുമാനമായത്. കഴിഞ്ഞ നവംബറിലാണ് ഇബ്രാഹിം മുഹമ്മദ് സോലിഹിനെ പരാജയപ്പെടുത്തി മുയിസു പ്രസിഡന്റ് സ്ഥാനത്തെത്തിയത്. ഇദ്ദേഹം അധികാരത്തിൽ കയറിയത് തന്നെ ഇന്ത്യയോടുള്ള വെറുപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടാണ്. ഇന്ത്യയുടെ ഏറ്റവും അടുത്ത് മാല പോലെ കിടക്കുന്ന ഈ ദ്വീപസമൂഹത്തിന് എന്തിനും ഏതിനും ഇന്ത്യയുടെ സഹായം ആവശ്യമാണ്. മുൻപുരുന്ന ഓരോ ഇന്ത്യൻ സർക്കാരും മാലദ്വീപിലെ വികസനത്തിന് സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ ജനങ്ങൾക്ക് ആരോഗ്യപരമായ ഏത് ചികിത്സയ്ക്കും കേരളത്തെയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ ഇന്ത്യയോട് വെറുപ്പ് നിലനിർത്തുന്ന ഈ പ്രസിഡന്റും അവിടുത്തെ ജനങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപിലെത്തിയതു മുതൽ അത് പ്രകടമാക്കാൻ തുടങ്ങി. മുതലയുടെ വായിൽ തലവെച്ചു കൊടുത്തതുപോലെ കടലിലെ ആധിപത്യം പിടിക്കാൻ നോക്കിയിരിക്കുന്ന ചൈനയോട് കൂടുതൽ അടുക്കുന്ന മാലിദ്വീപിന് പാകിസ്ഥാന്റെ അവസ്ഥ വരുന്നത് നമുക്ക് കാണേണ്ടി വരുമല്ലോ എന്നോർക്കുമ്പോൾ ഒരു സങ്കടം.